ഗൈസ്, എല്ലാവർക്കും സുഖല്ലേ? പച്ചമാങ്ങ ഉണ്ടോ? കുക്കറിലിട്ട് ഒറ്റ വിസിൽ ഒരു കിഡിലെ മാങ്ങ അച്ചാർ നമുക്ക് റെഡിയാക്കാം. 3 മാങ്ങ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മുറിച്ചെടുക്കാം. ഈ അച്ചാറിന് മാങ്ങ നുറുക്കുമ്പോൾ ഈ സൈസിൽ വേണം കേട്ടാ നുറുക്കാനായിട്ട്. കുറച്ച് വലിയ പീസായിട്ട് നുറുക്കിയെടുത്ത മാങ്ങ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ ഈ അച്ചാർ ഉണ്ടാക്കാൻ എടുക്കണ മാങ്ങ എന്താ പറയാ, ഇതുപോലെ നല്ല കഴമ്പുള്ള മാങ്ങ നോക്കി എടുക്കണേ. 1.5 ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടിയുടെ എരിവനുസരിച്ച് കൂട്ടെ കുറയ്ക്കൊക്കെ ചെയ്തോളൂ. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അച്ചാറിന് ആവശ്യമായിട്ടുള്ള ഉപ്പ്, കല്ലുപ്പാണ് ചേർക്കണേ. ഏതുപ്പാണോ നിങ്ങളുടെ കയ്യിലുള്ള അത് ചേർത്തോളൂ. ഉപ്പിന്റെ അളവ് അതുപോലെ മാങ്ങയുടെ പുളി അനുസരിച്ച് ഉപ്പിന്റെ അളവ് എടുത്താൽ മതി. 1 ടേബിൾ സ്പൂൺ ശർക്കര. ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം 1/4 കപ്പ് വെള്ളം ചേർക്കാം. ചൂടുവെള്ളമൊന്നും അല്ലാട്ടോ, സാധാരണ വെള്ളം ചേർക്കണേ. എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് നമുക്ക് ഒരു വിസിൽ വിട്ടെടുക്കാം. കുക്കർ 6 പോകുമ്പോഴേക്ക് നമുക്ക് 2 സാധനം വറുത്തെടുക്കാം. 1 ടേബിൾ സ്പൂൺ കടുക് ഒന്ന് പൊട്ടട്ടെ. കടുകെല്ലാം പൊട്ടിയതിന് ശേഷം പാനിൽ നിന്ന് മാറ്റുന്നുണ്ട്. 1 ടീസ്പൂൺ ഉലുവയും ഒന്ന് വറുത്തെടുക്കാം. ഉലുവയും വറുത്തെടുത്തു. ഇത് നമുക്ക് മാറ്റാം. ഉലുവയും കടുകും നമുക്ക് പൊടിച്ചെടുത്തിട്ട് വരാം. ഉലുവയും കടുകും പൊടിച്ചെടുത്തു. നമുക്ക് അച്ചാർ റെഡിയാക്കാം. പാനിലേക്ക് നല്ലെണ്ണ ചേർക്കുന്നുണ്ട്. എണ്ണ എപ്പോഴും കുറച്ച് കൂടുതൽ എടുത്തോളൂ. അച്ചാറിന് 1/4 കപ്പോളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. എണ്ണ ചൂടാവുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് പൊട്ടുമ്പോൾ ചെറിയ കഷ്ണം ഇഞ്ചി നീളനെ മുറിച്ചത്, 10 വെളുത്തുള്ളി നീളനെ മുറിച്ചത്, 2 ചുവന്ന മുളക്, കുറച്ച് വേപ്പില, 2 പച്ചമുളക്, 1/2 ടീസ്പൂൺ കായപ്പൊടി. ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്ന കടുകിൻ്റെ ഉലുവടി പൊടി ചേർക്കുന്നുണ്ട്. എല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കുക. 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി മിക്സ് ചെയ്ത് കൊടുക്കുക. കാശ്മീരി മുളക് പൊടിയൊക്കെ ചേർക്കുമ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടാണ് കേട്ടോ ചേർക്കേണ്ടത്. നല്ലോണം എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന മാങ്ങ ചേർക്കാം. മാങ്ങ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. മാങ്ങ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം തിളപ്പിക്കണം. മാങ്ങ വേവിച്ച കുക്കറിൽ തന്നെയാണ് കേട്ടോ വെള്ളം തിളപ്പിക്കണം. കുറേശ്ശെ അതിൽ മുളക് പൊടിയുടെ ഒക്കെ ഉണ്ട്, അത് കാരണം എല്ലാം അതിൽ മിക്സ് ആയിക്കോളും. വെള്ളം നല്ലോണം തിളയ്ക്കാൻ തുടങ്ങി. ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നമുക്ക് അച്ചാറിൽ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ കേട്ടോ. സിമ്പിളായിട്ട് 10-15 മിനിറ്റിൽ തന്നെ നമുക്കൊരു അച്ചാർ റെഡിയാക്കാൻ പറ്റും. കിഡില്ലെന്ന് പറഞ്ഞാൽ കിഡിലൻ ടേസ്റ്റാണ്. ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവില്ല. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു അച്ചാറായിരിക്കും. ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.